ഡോക്ടർ നയന, ആൻറ്റിനാറ്റൽ സ്കാനിങ് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സ്കാനിങ് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. ഈ സ്കാനിങ് ആവശ്യമാണോ, ഉണ്ടെങ്കിൽ എത്ര തവണ ചെയ്യണം, ഏതൊക്കെ മാസങ്ങളിൽ ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രവേഴ്സീസും ഉണ്ട്. ഡോക്ടർ നയനയ്ക്ക് അതൊരു പ്രൊഫഷണൽ ലെവലിൽ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റും? നമ്മൾ ഗർഭാവസ്ഥ അല്ലെങ്കിൽ ആന്റിനേറ്റൽ പീരീഡിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 5 ഇമ്പോർട്ടൻറ്റ് സ്കാൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ ഫസ്റ്റ് സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ. ഓക്കെ, അതിനെ നമ്മൾ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. മാസക്കുള്ളി തെറ്റായുള്ളവർക്ക് ഈവൻ ഈ സ്കാൻ വെച്ചിട്ടാണ് നമ്മൾ അവരുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് അല്ലെങ്കിൽ എന്നാണ് ഗർഭിണിയായത് എന്ന് ഉറപ്പില്ലാത്തവർക്കും അവരുടെ മെൻസസ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് അവരുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് കണ്ടുപിടിക്കാം. ഇത് മാത്രമല്ല, ഈ ഡേറ്റിംഗ് സ്കാനിലൂടെ പ്രഗ്നൻസി ഇൻട്രായൂട്രൈൻ അല്ലെങ്കിൽ യൂട്രസിന്റെ ഉള്ളിൽ തന്നെയാണോ അല്ലെങ്കിൽ ട്യൂബിലാണോ ഗർഭം, അല്ലെങ്കിൽ മുന്തിരിക്കുല ഗർഭം എന്ന് കേട്ടിട്ടുണ്ടാവും, മോളാർ പ്രഗ്നൻസി. അപ്പൊ മോളാർ പ്രഗ്നൻസി ആണോ, അതുപോലെ തന്നെ സിംഗിൾട്ടൺ ജെസ്റ്റേഷൻ ആണോ, മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ഉണ്ടോ, അതായത് ഒന്നിൽ കൂടുതൽ ഇരട്ടകളാണോ, ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഡേറ്റിംഗ് സ്കാനിലൂടെ കിട്ടും. അപ്പൊ ആസ് ഏർലി ആസ് 6 to 7 വീക്സിന്റെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ ഡേറ്റിംഗ് സ്കാൻ ആണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്തിരിക്കേണ്ട സ്കാൻ. പിന്നീടുള്ള സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ 11 to 13 വീക്സ് 6 ഡേയ്സിന്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു NT സ്കാൻ എന്ന് പറയും. NT എന്ന് പറഞ്ഞത് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി. അതായത് നമ്മൾ കഴുത്തിന് ബാക്കിലുള്ള ഫ്ലൂയിഡിന്റെ അളവാണ് നമ്മൾ അതിൽ മെഷർ ചെയ്യുന്നത്. ഈ ഒരു പേര് എന്ന് പറഞ്ഞാൽ ഇതിൽ NT മാത്രമല്ല, നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഈ NT സ്കാനിലൂടെ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം ജനിതക വൈകല്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഡൗൺ സിൻഡ്രോം അല്ലെ, ഡൗൺസ്, എഡ്വേർഡ്, പെറ്റാവോ, ഈ ടൈപ്പ് സിൻഡ്രോംസിന്റെ ഒക്കെ ഏർലി മാർക്കേഴ്സ് ആണ് നമ്മൾ ഈ NT-യിലൂടെ കാണുന്നത്. അതായത് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി കൂടുതലാണെങ്കിൽ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബോൺ, നേസൽ ബോൺ ഇല്ല അല്ലെങ്കിൽ അത് ഓസിഫൈഡ് ആവാത്ത അവസ്ഥ. അപ്പോൾ ഈ ഒരുപാട് മാർക്കേഴ്സ് നമുക്ക് ഈ NT സ്കാനിലൂടെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അബ്നോർമാലിറ്റീസ് ഒക്കെ നമുക്ക് വളരെ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം. മാത്രമല്ല, നമ്മൾ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിൽ വരാവുന്ന ഒരു വളർച്ച കുറവ് അല്ലെങ്കിൽ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് BP, പ്രഗ്നൻസി പീരീഡിൽ കണ്ടേക്കാവുന്ന BP, ഇതിന്റെ എല്ലാ മാർക്കേഴ്സ് നമുക്ക് NT സ്കാനിലൂടെ ചെയ്യുന്ന ഡബിൾ മാർക്കർ എന്നുള്ള ടെസ്റ്റിലൂടെ കിട്ടും. അതുപോലെ തന്നെ NT സ്കാനിൽ നമ്മൾ രക്തോട്ടം കൂടെ നോക്കുന്നുണ്ട്, ഡോപ്ലേഴ്സ് നമ്മൾ നോക്കും. അപ്പോൾ ഈ മാർക്കേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഈ മാർക്കേഴ്സിന്റെ അളവ് വെച്ചിട്ട് നമുക്ക് ഏർലി ആയിട്ട് ഇപ്പൊ എക്കോസ്പ്രിൻ പോലെയുള്ള ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. പ്രഗ്നൻസി അൺഇവൻഫുൾ ആയിട്ട് ഒരു ഹെൽത്തി പ്രഗ്നൻസി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ NT സ്കാനിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെർവിക്സ്, ഗർഭപാത്രമുഖം, അതിന്റെ ലെങ്ത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പം സെക്കൻഡ് ട്രൈമിസ്റ്ററിലൊക്കെ വരാവുന്ന എബോർഷൻസ് ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ അതിന് ഒരു നമ്മുടെ സർക്ലാജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് നമുക്ക് സെർവിക്സിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് ആ പ്രഗ്നൻസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം വേണോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കാൻ ഒരു സെർവൈക്കൽ ലെങ്ത് സ്ക്രീനിങ് കൂടെ നമുക്ക് ഈ സ്കാനിലൂടെ ചെയ്യാം. അപ്പം ഈ 11 to 13 വീക്സ് 6 ഡേയ്സ് ഈ കാലയളവിൽ നമ്മൾ മസ്റ്റ് ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡീസ് ചെയ്തിരിക്കേണ്ട സ്കാനാണ് NT സ്കാനും കൂടെ ചെയ്യേണ്ട ഈ ഹോർമോൺ ഡബിൾ മാർക്കറിന്റെ ടെസ്റ്റും. ഡോക്ടർ നയന, ഈ 11 to 13 വീക്സിന്റെ സ്കാന് മുമ്പ് അത്രയും കോമൺ അല്ലായിരുന്നു. ഇല്ല, പണ്ട് നമ്മൾ എല്ലാവരും അനോമലി സ്കാൻ അല്ലെങ്കിൽ 20 വീക്സിലേക്കായിരുന്നു നമ്മൾ പണ്ട് ചെയ്തിരുന്നത്. പക്ഷെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ പ്രഗ്നൻസി അഡ്വാൻസ് ഒരുപാട് വൈകി 5 മാസം പ്രഗ്നൻസി, അത് അമ്മയ്ക്കും അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും അതൊരു നിരാശയാവും. വിചാരിച്ചാൽ പോലും അത് ഒരുപാട് ഏർലി പറ്റും. ഇപ്പത്തെ ലേറ്റസ്റ്റ് MTP ആക്ടിൽ നമുക്ക് അങ്ങനെ ഒരു ജെസ്റ്റേഷണൽ ഏജ് നമ്മൾ കട്ട് ഓഫ് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു 5th മന്ത് പ്രഗ്നൻസി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിരിക്കും, കോംപ്ലിക്കേഷൻസും കൂടുതലാണ്. അപ്പൊ നമുക്ക് ഏർലി ആയിട്ട് തന്നെ അബ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ ഇപ്പോഴും അത് വളരെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട സ്കാനാണ്. പണ്ട് നമ്മൾ ഒരു 5 മാസത്തിലുള്ള ഒരു അനോമലി സ്കാൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളതാണ് നമ്മൾ 5th മന്തിൽ ചെയ്യുന്ന അബ്നോർമാലിറ്റീസ്. ഒരുവിധം കുഞ്ഞിന്റെ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ആയി കാണും. അപ്പൊ നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് 5th മന്തിൽ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും 11 to 13 മന്ത്സിൽ ഈ NT സ്കാൻ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്കാനിങ്, പിന്നെ നമ്മൾ 5th മന്തിൽ ചെയ്യുന്ന അനോമലി സ്കാൻ. അതും അനോമലി സ്കാന്റെ കൂടെ തന്നെ നമുക്ക് യൂട്രൈൻ ആർട്ടറീസ്, യൂട്രസിലോട്ടുള്ള രക്തഓട്ടം അറിയാൻ പറ്റും. ഇതുപോലെ തന്നെ സെർവിക്സിന്റെ ലെങ്ത് അറിയാം. മേജർ ആയിട്ട് നമുക്ക് കുഞ്ഞിന് വന്നേക്കാവുന്ന എല്ലാ അബ്നോർമാലിറ്റീസ് നമുക്ക് ഈ അബ്നോർമാലിറ്റി സ്കാൻ ലെവൽ 2 സ്കാൻ എന്ന് പറയും. അപ്പോൾ ഒരുവിധം എല്ലാം അബ്നോർമാലിറ്റീസ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം കുഞ്ഞിന്റെ ഓർഗൻസ് എല്ലാം അപ്പോഴത്തേക്കും ഡെവലപ്പ് ആയി കഴിഞ്ഞു.
പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു 8-ാം മാസം ആകുമ്പോഴത്തേക്കും ഗ്രോത്ത് സ്കാൻ, അതായത് കുഞ്ഞിന് വളർച്ചയൊക്കെ അപ്രോപ്രിയേറ്റ് ആണോ, ആ ജസ്റ്റേഷണൽ ഏജിൽ ആ ഒരു 8th മന്തിലേക്ക് വേണ്ട ഗ്രോത്ത് അപ്പോൾ ആയിട്ടുണ്ടോ എന്ന് അറിയാനുള്ളതാണ് ഗ്രോത്ത് സ്കാൻ. നമ്മൾ 8-ാം മാസം ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സ്കാൻ ചെയ്യുന്നു. ഇതെല്ലാം പിന്നെ നമ്മൾ ഏറ്റവും അവസാനം ഒരു 37 വീക്സ് ഒക്കെ ആകുമ്പോൾ പ്രഗ്നൻസി ടേം ആകുമ്പോൾ നമുക്ക് ചെയ്തിരിക്കേണ്ട സ്കാനാണ് ടേം സ്കാൻ. ഈ ടേം സ്കാനിലൂടെ നമ്മൾ കുഞ്ഞിന്റെ കിടപ്പ് വശം, അതായത് നമ്മൾ താഴെ കുഞ്ഞ് നോർമൽ ഡെലിവറി സാധ്യതയുണ്ടോ, നമുക്ക് കുഞ്ഞ് താഴോട്ടാണോ തല ഇരിക്കുന്നത്, അതോ ബ്രീച്ച് പ്രസന്റേഷൻ ബട്ടക്കാണോ താഴെ, അത് കണ്ടുപിടിക്കാം. കുഞ്ഞിന്റെ ലൈക്കറിന്റെ എമൗണ്ട്, ചുറ്റുമുള്ള വെള്ളത്തിന്റെ അളവ്, മറു ചില അവസ്ഥയിൽ നമ്മൾക്ക് താഴെ ഇരിക്കുന്ന മറു യൂഷ്വലി അത് കയറി പോവാത്ത ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ പ്ലാസന്റ പ്രിവിയ എന്നുള്ള ഒരു അവസ്ഥയെ കുറിച്ച് പറയും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. പ്ലാസന്റ ലൊക്കേഷൻ, കുഞ്ഞിന്റെ വെയിറ്റ്, ദാറ്റ് എസ്റ്റിമേറ്റഡ് ഫീറ്റൽ വെയിറ്റ്, ഇതെല്ലാം നമുക്ക് ടേം സ്കാനിലൂടെ ഡിറ്റക്ട് ചെയ്യാനും പറ്റും. പലരും ഒരു മിത്ത് പറഞ്ഞു കേൾക്കാറുണ്ട്, സ്കാനുകൾ കൂടുതൽ ചെയ്യുന്നത് നല്ലതല്ല, സ്കാന് കഴിയുന്നത് കുറയ്ക്കണം എന്നുള്ള മിത്ത് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. എന്താണ് ഡോക്ടർ? സ്കാനും എക്സ്റേയും ഡിഫറെന്റ് ആണ്. നമ്മൾ യൂഷ്വലി എക്സ്റേസ് നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ അധികം അഡ്വൈസ് ചെയ്യുന്നില്ല. ഈവൻ ഒരു സിംഗിൾ ഒരു എക്സ്റേ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും ഒരു അബ്നോമാലിറ്റീസ്, ടെറട്ടോജനിക് ഇഫക്റ്റ് ഇല്ല. കുഞ്ഞിലെ എന്നാ പോലും നമ്മൾ എക്സ്റേസ്, CTs ഒക്കെ നമ്മൾ 100% നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് പ്രഗ്നൻസി പീരീഡ്. എന്നാൽ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് 100% സേഫ് ആണ്. ഇത് കാരണം കുഞ്ഞിനോ അമ്മയ്ക്കോ ഒരു ദോഷമുള്ളതല്ല. ഇല്ല. അപ്പൊ നമ്മൾ പറയുന്ന പോലെ 5 സ്കാന് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ടതാണ്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഒരു പുതിയ ഒരു മൊഡാലിറ്റി എന്നുള്ള ലെവലിൽ NT സ്കാന് തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കുട്ടികൾക്ക് കൂടുതലായിട്ട് ഏർലി ഡിറ്റക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡോക്ടർ നയനയുടെ അഡ്വൈസ്. അതെ, കാരണം NT സ്കാൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് എത്രയും ആസ് ഏർലി നമുക്ക് അബ്നോമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ഇത് മിസ് ചെയ്യുന്നതിലൂടെ, നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ആന്റിനേറ്റൽ പീരീഡ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ വന്നേക്കാവുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഏർലി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതിനുള്ള ഡ്രഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു പ്രഗ്നൻസി നമുക്ക് അൺഇവൻഫുൾ ആക്കി കൊണ്ടുപോകാൻ ഈ സ്കാനിലൂടെയും ഇതിന്റെ കൂടെ ചെയ്യാവുന്ന ഡബിൾ മാർക്കറിലൂടെയും നമുക്ക് ഒരു പരിധിവരെ കോംപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു ഡോക്ടർ നയന. താങ്ക് യു സോ മച്ച്. താങ്ക് യു.